മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. മക്കളെ, നമ്മുടെ ക്ലോത്തിങ് ത്രൂ ദ ഏജസ്, വസ്ത്രത്തിന്റെ നാൾവഴികൾ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മിസ് പറയാൻ പോകുന്നത്. നമ്മുടെ വസ്ത്രത്തെ സമരായുധമാക്കി ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സമരങ്ങൾ. ഓക്കെ, നോക്കിയാലോ? യെസ്, നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ്? സ്ട്രഗിൾ ലീഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെന്റ്. അദ്ദേഹം എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത്? അദ്ദേഹം നമ്മുടെ വിദേശീയ വസ്ത്രങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു, അല്ലെ? ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്. വിദേശി വസ്ത്രങ്ങളെ അദ്ദേഹം ബഹിഷ്കരിച്ചു. നമ്മുടെ എന്താണ് ഇവിടുന്ന് ഇല്ലാണ്ടാക്കിയല്ലേ? പകരം എന്തിനെ എൻകറേജ് ചെയ്തു? യെസ്, നമ്മുടെ ചർക്കയിലെ എന്താണ് ചർക്കയിൽ നെയ്ത, അതായത് എന്താണ് ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. പകരം എന്താണ് ചെയ്തത്? യെസ്, എൻകറേജ് ഖാദി ക്ലോസ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചർക്കയിലുള്ള, അതായത് എന്താണ് ആ ചർക്കയിൽ നൂൽ നോറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, അല്ലെ? ഫോറിൻ ഗുഡ്സിനെ എന്താണ് ബഹിഷ്കരിച്ചു. പകരം എന്താണ് ഖാദി ക്ലോത്ത്സിനെ എൻകറേജ് ചെയ്തു. അതുപോലെ ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ ജനങ്ങളോട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഓക്കെ, അതായത് he has hosted people to wear khadi clothes. ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ജനങ്ങളെ എന്ത് ചെയ്തടാ? യെസ്, ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ അറിയേണ്ടത്? യെസ്, വസ്ത്രത്തെ ഒരു വെപ്പണായിട്ട് എടുത്തത് നമ്മുടെ ഗാന്ധിജിയായിരുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾ പഠിച്ചോക്കെ. എന്തൊക്കെയാണ്? നമ്മുടെ ഫോറിൻ ഗുഡ്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. പകരം ഖാദി വസ്ത്രങ്ങളെ, അല്ലെ, നമ്മുടെ ചർക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഖാദി വസ്ത്രങ്ങളെ അദ്ദേഹം എന്താണ് എൻകറേജ് ചെയ്തു. അപ്പൊ ഇതൊക്കെ പഠിക്കുക. അതുപോലെ ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? യെസ്, ഇതാണ് കേട്ടോ. ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്നു. ഗാന്ധിജി ചർക്കയിൽ നൂൽ നൂൽക്കുന്നതാണ് നമ്മുടെ ഈ ചിത്രത്തെ കാണുന്നത്. ഓക്കെ, ദെൻ changes brought by the use of machinery in manufacture of clothes. അല്ലെ, പണ്ടൊക്കെ നമ്മൾ ഹാൻഡ്ലൂമിലായിരുന്നു വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ്? പവർലൂമിലെ ജനങ്ങളുടെ വസ്ത്രത്തിന്റെ ആവശ്യം കൂടിയപ്പോൾ അവിടെ യന്ത്രത്തറിയൊക്കെ വന്നു. അപ്പൊ ഈ ഒരു യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയാലോ, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഈ ഒരു വസ്ത്രനിർമ്മാണ രംഗത്ത് വന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് മിസ് പറയാൻ പോകുന്നത്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്, അല്ലെ? എന്താണ്? യെസ്, മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ എന്തുണ്ടായി? വസ്ത്ര ഉൽപാദനത്തിൽ ഒരുപാട് വർധനവുണ്ടായി, അല്ലെ? വസ്ത്ര ഉൽപാദനത്തിൽ ഒരുപാട് വർധന ഉണ്ടായതാണ്. മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ എന്താണ്? സാധനങ്ങൾ കുറെ എന്താണ് ഉൽപാദനം നടത്താൻ തുടങ്ങിയില്ലേ? ഒരുപാട് ഉൽപാദനം കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ, ചുരിദാർ, ജീൻസ്, ടോപ്പ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളിലെ എന്താണ് അതൊക്കെ കൂടി ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്ങിലെ വസ്ത്രങ്ങളിലെ വൈവിധ്യം ഉണ്ടായി. അതുപോലെ റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യന്റെ അധ്വാന ഭാരത്തിൽ കുറവ് വന്നു. കാരണം എല്ലാം നമ്മുടെ ഈ യന്ത്രത്തറി പവർലൂം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യന് അധികം അധ്വാനിക്കേണ്ടി വരുന്നില്ലല്ലോ. അപ്പൊ എന്താണ്? റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ എന്ത് വന്നു? കുറവ് സംഭവിച്ചു. മനുഷ്യരുടെ അധ്വാന ഭാരത്തില് കുറവ് സംഭവിച്ചു. അതുപോലെ ക്വാളിറ്റി ഓഫ് ക്ലോത്ത്, നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങളൊക്കെ വന്നു. ദെൻ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പവർലൂം യന്ത്രത്തിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ഉൽപാദനം വർദ്ധിച്ചു. പിന്നെയോ യെസ്, മനുഷ്യരുടെ അധ്വാന ഭാരം കുറച്ചു, അല്ലെ? റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ ഉണ്ടായി. അതുപോലെ ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടായി. നല്ല ക്വാളിറ്റിയിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായി. ഇതിന് വസ്ത്രങ്ങൾ വ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? വസ്ത്രനിർമ്മാണ രംഗത്ത് വന്ന മാറ്റങ്ങളല്ലേ? മെഷീൻസ് യൂസ് ചെയ്തപ്പോൾ വന്ന മാറ്റങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായിരിക്കും അറിയോ? ഫൈബേഴ്സ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന നാരുകൾ, ഫൈബേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം എന്തൊക്കെ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. അതിൽ നാച്ചുറൽ ഫൈബേഴ്സ് എന്താണ്? നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത നാരുകളാണ്. നമുക്കറിയാം ഫ്രം ആനിമൽസ്, അല്ലെ? മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്കറിയാം പട്ടുനൂൽ പുഴുവില്ലേ? നിങ്ങൾ പട്ടുനൂൽ പുഴു കണ്ടില്ലേ? പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് പട്ട് കിട്ടുന്നില്ലേ? അതായത് സിൽക്ക് വേംസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? സിൽക്ക് വേംസിൽ നിന്ന് നമുക്ക് സിൽക്ക് അഥവാ പട്ട് കിട്ടുന്നു.
അല്ലേ? പട്ടുനൂൽ പുഴുവാണ്, അതിൽ നമുക്ക് സിൽക്ക് കിട്ടുന്നുണ്ട്, അതൊരു നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. അതുപോലെ ജൂട്ട് പ്ലാന്റ്സ്, ചണം അല്ലേ, ഇതാണ് ചണച്ചെടിയിൽ നിന്ന് നമുക്ക് ചണം കിട്ടുന്നുണ്ട് അല്ലെ. ജൂട്ട് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ജൂട്ട് കിട്ടുന്നു, അഥവാ ചണച്ചെടിയിൽ നിന്ന് നമുക്ക് ചണം കിട്ടുന്നു. കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് അല്ലെ, പരുത്തിച്ചെടിയിൽ നിന്ന് നമുക്ക് പരുത്തി അഥവാ കോട്ടൺ ലഭിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്താ നാച്ചുറൽ ഫൈബേഴ്സ്. ഇനി സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്നതാണ് എന്താ, ഈ പോളിസ്റ്റർ, നൈലോൺ, റയോൺ തുടങ്ങിയവ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, എന്തൊക്കെ നാരുകളാണ്, നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് പറഞ്ഞാൽ പ്രകൃതിദത്ത നാരുകളാണ്, നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള കിട്ടുന്ന അല്ലെ. അതായത് പട്ടുനൂൽ പുഴു പ്രകൃതിയിലുള്ള, സിൽക്ക് വേംസ് പ്രകൃതിയിലുള്ള അല്ലെ, സിൽക്ക് വേംസിൽ നമ്മൾ സിൽക്ക് വേർതിരിച്ചെടുക്കുന്നു. പരുത്തിച്ചെടിയിൽ നിന്നുള്ള നമുക്ക് നാരുകൾ കിട്ടുന്നേ, യെസ്, പരുത്തിച്ചെടിയിൽ നിന്ന് നമുക്ക് പരുത്തി കിട്ടുന്നു. അതായത് കോട്ടൺ പ്ലാന്റ്സിൽ നമുക്ക് കോട്ടൺ കിട്ടുന്നു, ജൂട്ട് പ്ലാന്റ്സിൽ നമുക്ക് എന്ത് കിട്ടുന്നു, ജൂട്ട് കിട്ടുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ദെൻ വെപ്പണായിട്ട് യൂസ് ചെയ്ത ആരായിരുന്നു, ഗാന്ധിജി ആയിരുന്നു അല്ലെ. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന ചാപ്റ്ററിൽ മക്കൾ നിർബന്ധമായിട്ടും ഈ ഒരു സംഭവം, ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തൊക്കെയാ പറഞ്ഞത് മിസ്സ? യെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെഷീൻസ് കണ്ടുപിടിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ വസ്ത്രനിർമ്മാണ രംഗത്ത് മെഷീൻസ് കണ്ടുപിടിച്ചപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ. പണ്ടൊക്കെ ആളുകൾ അധ്വാനം ചെയ്ത് നൂലുണ്ടാക്കുമ്പോൾ, പക്ഷെ ഇവിടെ എന്താണ്, പവർലൂം വന്നപ്പോൾ അവരുടെ ഹ്യൂമൻ ലേബർ കുറഞ്ഞില്ലേ, അവരുടെ എഫേർട്ട് കുറച്ചെടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.